ബൈക്കിലെത്തി തളിപ്പറമ്പ് മുയ്യത്തെ വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവിനെ ബേക്കലിൽ വെച്ച് തളിപ്പറമ്പ് എസ്.ഐ ദിനേശൻ കൊതേരിയും സംഘവും അറസ്റ്റ് ചെയ്തു. ഉദുമ വെടിത്തറയ്ക്കൽ പാലക്കുന്ന പക്യാര ഹൗസിൽ മുഹമ്മദ് ഇജാസാണ് പിടിയിലായത്. കേസിൽ മറ്റൊരു പ്രതിയെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ മെയ് 22-ന് രാവിലെ 9 മണിയോടെ കടയിലേക്ക് നടന്നു പോവുകയായിരുന്ന വരടൂൽ അമ്പലത്തിന് സമീപത്തെ ടി സുലോചനയുടെ 1.25 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് ഇജാസും കൂട്ടാളിയും കൂടി പൊട്ടിച്ചെടുത്തത്. ഇജാസിന്റെ കൂട്ടാളി അബ്ദുറഹ്മാനെ കഴിഞ്ഞ ജൂൺ 9-ന് തളിപ്പറമ്പ് പോലീസ് പിടികൂടിയിരുന്നു. അന്ന് അബ്ദുൾ റഹ്മാനെ ചോദ്യം ചെയ്തപ്പോൾ മോഷണത്തിന് തന്നോടൊപ്പം ഉണ്ടായിരുന്നത് മുഹമ്മദ് ഇജാസ് ആണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. പൊട്ടിച്ചെടുത്ത സ്വർണ്ണമാല ഇയാളുടെ കയ്യിലാണെന്നുമായിരുന്നു അബ്ദുൾ റഹ്മാൻ മൊഴി നൽകിയത്. അന്നു മുതൽ മുഹമ്മദ് ഇജാസിനെ തേടിയുള്ള അന്വേഷണത്തിലായിരുന്നു തളിപ്പറമ്പ് പോലീസ്. തളിപ്പറമ്പ് CI ബാബുമോൻ ബേക്കൽ CIയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് ബേക്കൽ പോലീസിന്റെ സഹായത്തോടെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ ഇജാസിനെ പിടികൂടാൻ സാധിച്ചത്. മംഗലാപുരത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കിൽ തളിപ്പറമ്പിലെത്തിയാണ് ഇജാസും അബ്ദുൾ റഹ്മാനും മാല പൊട്ടിച്ച് രക്ഷപ്പെട്ടത്. ഇജാസിനെതിരെ കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിരവധി മോഷണ കേസുകളുണ്ട്. കവർച്ച ചെയ്ത സ്വർണ്ണമാല എവിടെയെന്ന കാര്യം പറയാതെ ഇരുവരും പരസ്പരം പഴിചാരി ഒഴിയുകയാണ്. ജാമ്യവ്യവസ്ഥ പ്രകാരം ഒപ്പിടാൻ സ്റ്റേഷനിൽ ഹാജരായ അബ്ദുൾ റഹ്മാനെയും കഴിഞ്ഞ ദിവസം പിടിയിലായ ഇജാസിനെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുകയാണ് പോലീസ്. SI ഷിജു അഗസ്റ്റിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രജീഷ്, മഹേഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.